ഞാൻ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ ഡാൻഡ്രഫിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക, എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല. നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ മിനിമം 50 മുതൽ 100 മുടിയിഴകൾ വരെ ഒരു ദിവസം പൊഴിയാറുണ്ട്. അതിൽ കൂടുതൽ നിങ്ങളുടെ മുടി പൊഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുടിക്ക് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട സമയമായി എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പോൾ വിഷ്വൽസിൽ കാണുന്നത് പോലെ എൻ്റെ മുടി ഇത്ര തിക്കുമായിരുന്നില്ല, അതുപോലെ തലയിൽ നന്നായിട്ട് താരനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്ത 100% എഫക്റ്റീവായിട്ടുള്ള ഒരു ആയുർവേദ ഓയിലിൻ്റെ കൂട്ടാണ് ഞാനിന്ന് കാണിക്കുന്നത്. 1.5 ലിറ്റർ ഓയിലിൻ്റെ പാകത്തിനുള്ള കണ്ടൻസ് ആണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ളത് 1.5 ലിറ്റർ നാടൻ വെളിച്ചെണ്ണ, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ വാങ്ങാൻ കിട്ടും. അതാണ് കൂടുതൽ എഫക്റ്റീവ്. വേറെ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോർമൽ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 400 ഗ്രാം ചെറിയ ഉള്ളി, 400 ഗ്രാം നെല്ലിക്ക ചെറുതായി അരിഞ്ഞത്, 7-8 കുരുമുളക്, 50 ഗ്രാം നീലാമരിയുടെ പൗഡർ, 250 ഗ്രാം ഉലുവ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്ത് വെക്കുക. ഇനി നമ്മൾക്ക് ആവശ്യമുള്ളത് ഇലവർഗ്ഗങ്ങളാണ്. ഒരു വലിയ കൈയളവ് തുളസി ഇല, ഒരു കൈയളവ് ബ്രഹ്മി, 2 വലിയ തണ്ട് അലോവേര ചെറുതായി അരിഞ്ഞത്, 3 കൈയളവ് കറിവേപ്പില, 3 കൈയളവ് സാധാരണ വേപ്പില. വെളിച്ചെണ്ണ ഒഴിച്ചുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ഗ്രൈൻഡറിലിട്ട് നന്നായി അരച്ചതിന് ശേഷം നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്ന പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം മാത്രമേ തീ ഓൺ ചെയ്യാൻ പാടുള്ളൂ. പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചൂടാകുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായി പാത്രം തുടച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് മിക്സും അതുപോലെ എണ്ണയും ആഡ് ചെയ്യാൻ പാടുള്ളൂ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ട് ചൂടാക്കിയെടുക്കുക. ഇതൊന്ന് ചൂടായി അതിലേക്ക് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് തീ മീഡിയത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അടിയിൽ പിടിക്കാതെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിതിൽ 1.5 ലിറ്റർ എണ്ണയ്ക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അളവ് നേരെ പകുതിയാക്കിയാൽ മതിയാവും. ഈ ഒരു മിക്സിനെ നന്നായിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി, എപ്പോഴും ചെറിയ തീയുടെയും മീഡിയത്തിൻ്റെയും ഇടയ്ക്ക് തീയായിരുന്നാൽ മതിയാവും. കുറച്ച് ടൈം എടുക്കും, മിനിമം ഒരു മണിക്കൂർ ടൈം വരെ എടുക്കും. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ വേണം ഉണ്ടാക്കാനായിട്ട്. അതുപോലെ ഇളക്കുമ്പോൾ ഒന്നുകിൽ സ്റ്റീലിൻ്റെ ഐറ്റംസ്, അല്ലെന്നുണ്ടെങ്കിൽ തടിയുടെ സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇത് പകുതി ഒരു പരുവമായിട്ട് ഒന്ന് വറ്റി തുടങ്ങുമ്പോഴേക്കും ഇത് ചെറുതായിട്ട് കുമിളകൾ വന്ന് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് മാറി നിന്നിട്ട് വേണം ഇളക്കാനായിട്ട്, ഒരുപാട് അടുത്തേക്ക് നിൽക്കരുത്. നല്ല ഒരു മണം നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ വന്നു തുടങ്ങും. പാകമാകാറായി ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയും 10 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസും പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കിട്ടുന്ന മാക്സിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, അങ്ങേയറ്റം ഫലപ്രദവുമാണ്. ഇതൊന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂർ എന്തായാലും എടുക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അത് അടിക്ക് പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇതുണ്ടാക്കുന്നത് കുറച്ച് മെനക്കെടുത്താണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എൻ്റെ മോൾക്കാണെന്നുണ്ടെങ്കിലും മുടി നല്ല തിന്നായിരുന്നു. അവളുടെ മുടി ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട് നന്നായിട്ട് പൊഴിയുന്നുണ്ടായിരുന്നു. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി കൊഴിച്ചിലും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുടിക്ക് നീളവും നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ UAE വന്നതിന് ശേഷം എൻ്റെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. തലയിൽ താരനുണ്ടായിരുന്നു. ഇതൊക്കെ നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ട് ഈ എണ്ണ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഷൈനിയാണ് എനിക്കിത് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത്. എണ്ണ പരുവമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ ഇത് അരിച്ച് കുപ്പികളിലേക്ക് മാറ്റി വയ്ക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒരു ചെറിയ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെളിയിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കാവുന്നതാണ്. കുറച്ചധികം നാൾ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെച്ച് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ സ്കാൽപ്പിലെ സ്കിന്നൊക്കെ നല്ലതുപോലെ റെജുവിനേറ്റ് ചെയ്ത് ഫോളിക്കിൾസ് ഒക്കെ ഓപ്പണായി പുതിയ മുടികൾ കിളിർത്തു വരാനും അകാലനര തടയാനും താരനകറ്റാനും മുടികൊഴിച്ചിലകറ്റാനും മുടിയുടെ വളർച്ചയുടെ തോത് കൂട്ടാനുമൊക്കെ ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരുപോലെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. UAE തിരക്കുള്ള ലൈഫിൽ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഇത്രയും ടൈം എടുത്ത് ഇതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. UAE നിങ്ങൾ എവിടെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ എണ്ണ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും.
നിങ്ങൾക്ക് വേണ്ടി ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അതുവരേക്കും ബൈ ഫ്രം നിങ്ങളുടെ ഷബു. ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.